പ്രതീക്ഷിച്ചത് എന്നെ അല്ല അല്ലേ? ഹലോ. ഹലോ. ശ്രീലതാ വർമ്മയുടെ പുതിയ മേൽവിലാസം കണ്ടുപിടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടി. മേ ഐ പ്ലീസ് കം? അലാവുദ്ദീനും അത്ഭുത വിളക്കും ഒരു അറബിക്കഥയുണ്ട്. ശ്രീലത കേട്ടിട്ടുണ്ടാവും. കണ്ണീരുണങ്ങാത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന പഴയ ശ്രീലതാ വർമ്മ ഇപ്പൊ ഇരുട്ടി വെളുക്കുന്നത് പോലെ ഒരുപാട് വളർന്നിരിക്കുന്നു. പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കഥ, കഥകൾ. പഴകിപ്പൊളിഞ്ഞ് പ്രതാപം പറ്റിയ ദ്രവിച്ച തറവാട്ടിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിന്നെ ഈ കൊട്ടാരം വരെ എടുത്തുയർത്തിയ അത്ഭുത വിളക്കിന്റെ കഥ. 10,000ങ്ങളുടെ ഷോപ്പിംഗ്, സവാരിക്ക് പുതുമ മാറാത്ത മാരുതി, പിന്നെ പട്ടും പൊന്നും കൊണ്ട് നിന്റെ ഈ പുറമോടി. പറയണം, എവിടുന്നുണ്ടായി നിനക്ക് ഇത്ര പെട്ടെന്ന് ഈ പണം, ഈ സൗകര്യങ്ങൾ? It's none of your business to know. Yes, it is my business to know. പറയണം, പറഞ്ഞേ തീരൂ. Look, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ? അതെ, പേടിപ്പിച്ചേ തീരൂന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. Come on, tell me, ആരാടി നിന്റെ ഈ മിസ്റ്റർ ഭരചന്ദ്രൻ? എന്നെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീക്ക് വേണമെന്ന് ഉറച്ചാൽ പിന്നെ നിങ്ങളിപ്പോ എണ്ണി പറഞ്ഞ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ഓഹോ, that's it. Yes. So what are you? A concubine? Keep? അതോ നക്ഷത്രവേശി? Shut up you. പറയണം, എന്താടി നിന്റെ വില ഒരു രാത്രിക്ക്? എത്ര കുറച്ചാലും നിങ്ങളെപ്പോലെ നക്കാപ്പിച്ച ശമ്പളം മാത്രം വാങ്ങുന്ന ഒരു IPS ഓഫീസർക്ക് ഒരു മാസത്തെ ശമ്പളം മതിയാവില്ല സർ എന്റെ ഒരു രാത്രിക്ക് വില പറയാൻ. Now please get out. You dirty vamp. പറയിക്കും ഞാൻ നിന്നെ കൊണ്ട്. അറിയാവുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പം രക്ഷപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് കഴിയും. So come on. We are giving you a chance. പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. നഗരത്തിലെ വലിയ വലിയ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ, കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഈ അക്കൗണ്ടുകൾ വഴി ലക്ഷങ്ങളുടെ ഇടപാടുകൾ, പിന്നെ കയ്യിൽ ഒരുപാട് പണം. മിസ് ശ്രീലതാ വർമ്മ, പ്ലീസ് ഒന്ന് സമ്മതിച്ചൂടെ? ഇത് മുഴുവൻ ഒഴുകിയെത്തുന്നത് മോഹൻ തോമസിന്റെ ഖജനാവിൽ നിന്നാണെന്ന്. എനിക്കറിയില്ല നിങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസിന്റെ. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മോഹൻ തോമസ് നിന്നെ അറിയും, നല്ല അസലായിട്ട് അറിയും. നോക്ക്, ബാങ്ക് ലെഡ്ജറിലെ നിന്റെ പേരേഡ്. ഇത് നിനക്ക് അക്കൗണ്ട് തുറക്കാൻ നിന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് മാനേജർക്ക് മോഹൻ തോമസ് എഴുതി കൊടുത്ത പ്രണയലേഖനം. പിന്നെ ഇത് മുഴുവനും നിന്നെ പൊറുപ്പിച്ച ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾ തപ്പിപ്പറക്കി എടുത്തതാ, അവന്റെ രഹസ്യ കച്ചവടത്തിന്റെ രേഖകള്. എന്നിട്ട് നിനക്കൊന്നും അറിഞ്ഞു? പറയടി, ഈ ശരീരം കൂടാതെ മറ്റെന്തെല്ലാം കൊടുത്തു നീ മോഹൻ തോമസിന്? മഹേന്ദ്രൻ കമ്മീഷന്റെ രേഖകൾ, രഹസ്യങ്ങൾ എല്ലാം അല്ലടി പറയാൻ. ശ്രീലത പേടിക്കരുത്. കേസിൽ നിന്നെ മാപ്പുസാക്ഷിയാക്കാനാ തീരുമാനം. സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാ മതി. പിന്നെ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൽക്കാലം നിന്നെ ആരും വിസ്തരിക്കുന്നുമില്ല. ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് തന്നെ നിനക്ക് മൊഴി കൊടുക്കാം. ഒക്കെ എന്റെ തെറ്റായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ നശിച്ചാലും ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, കേസിൽ നിനക്ക് വേണ്ടി ഞാൻ വാദിച്ചോളാം. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം. നൗചീറം. ഇന്ദു, തൽക്കാലം ശ്രീലതയെ കുറെ കൂടി സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നോനോ, ജയിലും ലോക്കപ്പ് ഒന്നും അല്ല. ഇതൊരു ഹോട്ടൽ സ്വീറ്റ് വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ. തൽക്കാലം ആരും ഒന്നും സംശയിക്കില്ല. ഷീൽ ബി സെക്യൂർ ആൻഡ് ഇൻ കമ്പനി. നാളെ രാവിലെ കോടതിയിൽ ഞാനുണ്ടാവും അവിടെ.